അമേരിക്കൻ പൗരത്വം റദ്ദാക്കാനാകുമോ എന്നതും ജന്മാവകാശ പൗരത്വത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്നതും രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പൗരത്വത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പൗരത്വം ലഭിക്കുക എത്രയോ വിഷമമുള്ള കാര്യമാണ്. ഗ്രീൻ കാർഡ് ലഭിക്കുന്ന പോലെയല്ല. ഗ്രീൻ കാർഡ് ചില ആളുകൾക്ക് ബന്ധുക്കളൊക്കെ ഫയൽ ചെയ്താൽ അവർക്ക് ഗ്രീൻ കാർഡ് എളുപ്പത്തിൽ കിട്ടും. വലിയ ഒന്നുമില്ലാതെ കുറേ വർഷങ്ങൾ കാത്തിരുന്നാൽ മതി. നേരെ മറിച്ച് ജോലിക്ക് H1 വിസയിലും മറ്റ് വിസകളിലും ഒക്കെ വന്നവർ ഗ്രീൻ കാർഡിന് വേണ്ടി നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. അപ്പോൾ വളരെ വർഷങ്ങളെടുത്ത് വളരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഗ്രീൻ കാർഡ്. പക്ഷെ അത് നിഷ്പ്രയാസം സർക്കാരിന് റദ്ദാക്കാമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരു ചോദ്യവും പറച്ചിലുമില്ല. വളരെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ വിസയും ഗ്രീൻ കാർഡും ഒക്കെ റദ്ദാക്കാമെന്നതാണ് ഇപ്പോഴത്തെ നയം. അതുപോലെ പൗരത്വമെങ്കിലും അങ്ങനെ നിഷ്പ്രയാസം റദ്ദാക്കാനാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, പൗരത്വവും റദ്ദാക്കാം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വാർ ക്രൈംസ്, നാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ വേഷം മാറി വന്ന് വേറെ പേരിൽ കള്ളപ്പേരിലൊക്കെ വന്ന് താമസിച്ച് പൗരത്വമൊക്കെ എടുത്തിട്ടുള്ള ആളുകളെ 90 വയസ്സായാലും അവരെ പറഞ്ഞു വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുകയും പിന്നെ അവരെ ശിക്ഷിക്കുകയും പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ച് പൗരത്വം എടുത്ത ആളുകൾ അവരുടെ പൗരത്വം റദ്ദാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ സാമാന്യ നിലയിൽ സുരക്ഷിതമായി എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ ആ ധാരണയ്ക്ക് മാറ്റമൊന്നും വേണ്ട. പക്ഷേ ഇപ്പം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ പുതിയൊരു വിഭാഗം തുടങ്ങിയിരിക്കുന്നു. ഈ പൗരത്വം തട്ടിപ്പിലൂടെ പൗരത്വം നേടിയവർ, അതുപോലെ തന്നെ പൗരത്വമുണ്ടെങ്കിലും വലിയ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവർ, ഇവരുടെയൊക്കെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിഭാഗം തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കോവിഡ് കാലത്ത് സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകൾക്ക് പേ ചെക്ക് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സർക്കാർ ഇവരുടെ ജോലിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ പിന്നെ പൈസ കൊടുത്തിരുന്നു, പിന്നെ വലിയ തോതിൽ തുക കൊടുത്തിരുന്നു. അപ്പോൾ അത് മേടിച്ച് പലരും 1 മില്യൺ 2 മില്യൺ ഒക്കെ മേടിച്ച ആളുകളൊക്കെ ഉണ്ട്. അത് മേടിച്ചിട്ട് പിന്നെ വലിയ കാറുകളും മറ്റൊക്കെ മേടിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെല്ലാം അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരെ കേസുകൾ എടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ വായിക്കാറുണ്ട്. മലയാളികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു അതിൽ. പിന്നെ അങ്ങനെയുള്ളവരെയൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ അത് സർക്കാരിനെതിരെ മാത്രമല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും പിന്നെ തട്ടിപ്പുകളൊക്കെ നടത്തിയാലും മതി പിന്നെ ഈ പൗരത്വം റദ്ദാക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു മെമ്മോയിൽ കാണുന്നത്. അതുപോലെ തന്നെ മെഡിക്കെയർ മെഡിക്കെയ്ഡ് തട്ടിപ്പുകൾ, അതുമൊക്കെ പൗരത്വം റദ്ദാക്കാൻ മതിയായ കാരണങ്ങളാണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു 10 കാരണങ്ങളാണ് ഈ അവരുടെ മെമ്മോയിൽ DOJയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ആ മെമ്മോയിൽ പറയുന്നത്. അതിൽ ചിലത് പിന്നെ ഈ ദേശസുരക്ഷയ്ക്ക് ദോഷകരമായ ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ ടെററിസം, പിന്നെ ചാരവൃത്തി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അതുപോലെ ഇവിടുത്തെ സുപ്രധാനമായ വിവരങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ചോർത്തി കൊടുക്കുന്ന ആളുകൾ, അതുപോലെ പിന്നെ ഈ ടോർച്ചർ, പിന്നെ വാർ ക്രൈംസ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ പൗരത്വം റദ്ദാക്കാം. അതുപോലെ തന്നെ ഗാങ്ങുകളിൽ ഉൾപ്പെട്ടവർ, വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരും ഒക്കെ പൗരത്വം നഷ്ടപ്പെടാൻ തയ്യാറായി വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സെക്സ് ഒഫൻസസ് ഓർ വയലന്റ് ക്രൈംസ്, അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് മറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ചെയ്യാം, അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെതിരെ ചെയ്യാം, പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതിന് എതിരെ ചെയ്യാം. അതൊക്കെ തന്നെ ഈ പൗരത്വം റദ്ദാക്കാൻ മതിയായ ഒരു കാരണമാണെന്നാണ് പറയുന്നത്. പക്ഷേ ആകെ ഒരു ആശ്വാസമുള്ളത്, ഇപ്പം ഗ്രീൻ കാർഡ് സർക്കാരങ്ങ് റദ്ദാക്കിയാൽ മതി, ഒരു ഉത്തരവ് മാത്രം മതി. നേരെ മറിച്ച് ഈ പൗരത്വം റദ്ദാക്കണമെങ്കിൽ കോടതി മുഖേന കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാവാതെ പൗരത്വം റദ്ദാക്കുക എളുപ്പമല്ല. പക്ഷേ ഈ സർക്കാർ ഇങ്ങനെ ഈ പൗരത്വത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ കേസിനും കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകേണ്ട അവസ്ഥ വരികയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ സർക്കാരിൻ്റെ മെമ്മോയൊക്കെയാണുള്ളത്. ഇത് പിന്നെ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരിക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇതിനോടുകൂടിയാണ് നമ്മുടെ ഈ ജന്മാവകാശ പൗരത്വത്തെപ്പറ്റി പിന്നെ ഓർക്കേണ്ടത്. അപ്പം സുപ്രീം കോടതി ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് ആദ്യ ദിവസം തന്നെ ഉത്തരവിട്ടു. ആ ഉത്തരവ് ഈ 3 ഡിസ്ട്രിക്റ്റ് കോടതികൾ പിന്നെ അത് അതിനെതിരെ പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്തു, നടപ്പാക്കാൻ പാടില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അവരുടെ ആ ഡിസ്ട്രിക്ട് ജഡ്ജിമാരുടെ ഉത്തരവ് അത് ദേശവ്യാപകമായിട്ടായിരുന്നു എല്ലായിടത്തും. അത് ട്രംപിൻ്റെ ഉത്തരവിനെ മൊത്തം
ഒരിടത്തും അത് നടപ്പാക്കാൻ പാടില്ല എന്നാണ് അവരുടെ ഉത്തരവ് വന്നത്. അതിനെതിരെ ട്രംപ് സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച വിധിച്ചത് ഈ ഡിസ്ട്രിക്ട് ജഡ്ജിമാർക്ക് അങ്ങനെ അവരുടെ ഉത്തരവ് ദേശവ്യാപകമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. അവരെ ഏതെങ്കിലും കേസിൽ ആണ് വിധി പറയുന്നത്. ആ കേസിൽ ഉൾപ്പെട്ട ആളുകൾക്കും അവിടെ മാത്രമേ അത് ബാധകമാവുകയുള്ളൂ എന്നാണ് വിധി വന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ആ ഉത്തരവ് ഒരു 30 ദിവസത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതായത് അത് ഈ മാസം 26-ാം തീയതിയോ മറ്റേ അത് നടപ്പിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രംപിൻ്റെ ഉത്തരവ് ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള ആ ഉത്തരവ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 22 സ്റ്റേറ്റുകൾ കോടതിയിൽ പോയി. ബാക്കി 28 സ്റ്റേറ്റുകൾ കോടതിയിൽ പോയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കോടതിയിൽ പോയ സ്റ്റേറ്റുകളിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജന്മാവകാശ പൗരത്വം കിട്ടും. അതായത് അവിടെ ജനിക്കുന്ന കുട്ടികൾ ഈ ട്രംപിൻ്റെ ഉത്തരവ് വന്ന ജനുവരി 20 മുതൽ അതിനുശേഷം ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആ ജന്മാവകാശ പൗരത്വം ഇങ്ങനെ ഈ 22 സ്റ്റേറ്റുകളിൽ ലഭിക്കും. ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ പൗരത്വം അവർ പൗരന്മാരായിട്ട് കണക്കാക്കണമെന്നില്ല. അതിന് തീരുമാനം വന്നിട്ടില്ല. പക്ഷേ 28 സ്റ്റേറ്റുകളിൽ കണക്കാക്കാതെയും ഇരിക്കാം. അത് ആ സ്റ്റേറ്റുകളിലെ സ്ഥിതി ആണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പം കാലിഫോർണിയയിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം കിട്ടും. നേരെമറിച്ച് ടെക്സസിലോ ഫ്ലോറിഡയിലോ ആണെങ്കിൽ പൗരത്വം കിട്ടില്ല എന്നൊരു അവസ്ഥ വരുന്നു. അപ്പോൾ എന്തായാലും അതിനെതിരെ ഈ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് കോടതികളെല്ലാം പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ബാധകമായ ഉത്തരവ് വേണമെന്ന് പറഞ്ഞ് ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനങ്ങളാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 22 സ്റ്റേറ്റുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. 22 സ്റ്റേറ്റുകൾ ഈ ഉത്തരവ് കേസ് കൊടുത്ത 22 സ്റ്റേറ്റുകൾ. ബാക്കി സ്റ്റേറ്റുകളിലൊന്നും അവരൊന്നും കേസിന് പോയിട്ടില്ല. വേണമെങ്കിൽ ട്രംപിൻ്റെ ആ ഉത്തരവ് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. ഈ മാസം 26 കഴിയുമ്പോൾ നടപ്പാക്കാതിരിക്കാം. പക്ഷേ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ 22 സ്റ്റേറ്റുകൾ ഇവയാണ്: അരിസോണ, കാലിഫോർണിയ, കൊളറാഡോ, കണക്റ്റിക്കട്ട്, ഡെലവേർ, ഹവായ്, ഇല്ലിനോയ്, മെയിൻ, മെരിലാൻഡ്, മസാച്യുസെറ്റ്സ്, മിഷിഗൺ, മിനസോട്ട, നെവാഡ, ന്യൂജേഴ്സി, ന്യൂ മെക്സിക്കോ, ന്യൂയോർക്ക്, നോർത്ത് കരോലിന, ഒറിഗൺ, റോഡ് ഐലൻഡ്, വെർമോണ്ട്, വാഷിങ്ടൺ, വിസ്കോൺസിൻ. അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകൾ കഴിഞ്ഞ് ബാക്കിയുള്ളവരൊന്നും കോടതിയിൽ പോയില്ല. അപ്പോൾ അവിടെ ട്രംപിൻ്റെ ആ ഉത്തരവ് നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതായത് ട്രംപിൻ്റെ ഉത്തരവ് നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ച്. അതായത് ജന്മാവകാശ പൗരത്വം നിരോധിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന കാര്യം സുപ്രീം കോടതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഈ പല കോടതികളിൽ വ്യത്യസ്ത വിധികളും വ്യത്യസ്തമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പം സുപ്രീം കോടതി അത് ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കണക്കാക്കാം. കാരണം ഈ സ്റ്റേറ്റിൽ ജനിച്ചാൽ പൗരത്വം കിട്ടും, അടുത്ത സ്റ്റേറ്റിൽ ജനിച്ചാൽ കിട്ടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എല്ലാം ഒരു കൺഫ്യൂഷനായി തീരുമല്ലോ. അപ്പോൾ അതിനൊരു അവസാനം സുപ്രീം കോടതിയിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് കരുതാം.